നിങ്ങൾക്ക് മുമ്പിലായുള്ള ഈ ഒരു നെയിം ബോർഡിൽ കേണൽ റഹീം നായിക് എന്നും എന്നാൽ താഴെ കാണുന്ന നെയിം ബോർഡിൽ ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും മമ്മൂട്ടിയാണോ മോഹൻലാൽ ആണോ കേണൽ റഹീം നായിക് അല്ലെങ്കിൽ ഡോക്ടർ ഡാനിയൽ ജെയിംസ്? നമുക്ക് ഭൂതക്കണ്ണാടി വെച്ച് കണ്ടുപിടിക്കാം. ഈ ഒരു സീനിലായി ഒരു ഫ്യൂണൽ ചടങ്ങ് നടക്കുന്നതാണ് കാണിക്കുന്നത്. അത് വ്യക്തമായി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. രേവതി അഭിനയിച്ച കഥാപാത്രത്തിന്റെ മരണാനന്തര ചടങ്ങുകളാണ് അകലെ നടക്കുന്നത്. ഈ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കുകൊള്ളുവാനായി വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് വിശിഷ്ട വ്യക്തികളും ധാരാളം VIPസും Z കാറ്റഗറി സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്. ഇതുപോലൊരു മരണാനന്തര ചടങ്ങ് നടത്തണമെങ്കിൽ രേവതിയുടെ കഥാപാത്രം ഒരു VIPയോ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് വുമണോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖയോ കേന്ദ്രമന്ത്രിയോ ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. ട്രെയിലറിൽ പ്രധാന ഭാഗത്ത് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം കാണിക്കുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ ലുക്കും മറ്റും കണ്ടിട്ട് ഒരു ജേർണലിസ്റ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. പിന്നീട് മഹേഷ് നാരായണന്റെ ചിത്രങ്ങളിലെ ഫേവറേറ്റ് ഹീറോ ആണല്ലോ കുഞ്ചാക്കോ ബോബൻ. അതുകൊണ്ട് ഇതിലെ നിർണായക കഥാപാത്രവും ആകാം. ഇതിൽ കുഞ്ചാക്കോ ബോബന്റെ വൈഫായിട്ടും മറ്റൊരു ജേർണലിസ്റ്റ് ആയിട്ടും കാണിച്ചിരിക്കുന്നത് ദർശന രാജേന്ദ്രന്റെ കഥാപാത്രത്തെയാണ്. ഇവർ തമ്മിലുള്ള ഒരു സോങ്ങുമുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് രാജീവ് മേനോനാണ്. കണ്ടുകൊണ്ടേൻ സർവം മായം, മിൻസാര കനവ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകനും ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ ഗുപ്തനായി അഭിനയിച്ച വ്യക്തിയുമാണ്. നയൻതാര ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായി കണക്ട് ചെയ്യുന്ന ഒരു ലീഡിംഗ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം ട്രെയിലറിന്റെ ഒരു ഭാഗത്തായി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ആ രണ്ടുപേരെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രത്തെ കുറിച്ച് തന്നെയാണ് എന്ന് കരുതി അവർ ഗ്യാങ്സ്റ്റർ ആണ് എന്നല്ല. ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അവർ പ്രവർത്തിക്കുന്നത്. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നിയമത്തിന്റെ സംരക്ഷകനായി തന്നെ ആയിരിക്കാം. ഈ ഫഹദ് ഫാസിലിന്റെ അച്ഛന്റെ കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഫഹദിന്റെ കഥാപാത്രം പോലീസ് അണ്ടർ കവർ ഏജന്റ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ആണ് അതിന് കാരണം. ഈ ഒരു ഭാഗത്തായി യൂട്യൂബിലെ സിൽവർ പ്ലേ ബട്ടൺ ഇരിക്കുന്നതായി കാഴ്ചയിൽപ്പെട്ടു. അത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് തികയുമ്പോഴാണ് സിൽവർ പ്ലേ ബട്ടൺ ഒരാൾക്ക് നൽകുന്നത്. ക്യാമറയുടെ മുമ്പിലായി ഇവിടെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയും കണ്ടു. ആരും സംശയിച്ചു പോകും മമ്മൂട്ടി യൂട്യൂബർ ആണോ എന്ന്. എന്നാൽ യൂട്യൂബർ ആണോ എന്ന് അറിയില്ല. എന്നാൽ ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഡാനിയൽ ജെയിംസ് മെഡിക്കൽ ഡോക്ടർ ആകാൻ സാധ്യത വളരെ കുറവാണ്. ആർമി ഡോക്ടർ ആകാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പദവിയിലെ ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും പദവി കൊണ്ടുള്ള ഡോക്ടറുമാകാം. ഈ ഭാഗത്തായി കുറച്ച് ആൾക്കാർ മമ്മൂട്ടിയോടൊപ്പം സെൽഫി എടുക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആരും വിചാരിച്ചേക്കാം മമ്മൂട്ടി യൂട്യൂബർ ആണോ അതോ മമ്മൂട്ടിയായിട്ട് തന്നെയാണോ ഇതിൽ അഭിനയിക്കുന്നത്. അല്ല, എല്ലാവരും സെൽഫി എടുക്കാൻ വരുന്നത് കൊണ്ടേ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലായത്. ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നാൽ പോലും നമ്മൾ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഉയർന്ന പദവി വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് 100% നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇനി എല്ലാവരുടെയും സംശയം, അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ആരാണ്? മോഹൻലാൽ തന്നെയാണ് കേണൽ റഹീം നായിക്. പക്ഷെ ഒരുപാട് ആലോചിച്ചിട്ട് ഒരു സംശയമുണ്ട്, പട്ടാളക്കാർക്ക് താടി ഉണ്ടാവോ? ഇനി കേണൽ സൂര്യചന്ദ്ര ലാലിന്റെ ആരെങ്കിലും? ഞാനിത് ആരെയും കളിയാക്കിയതല്ല. ഈ സീനിൽ നിങ്ങൾ നോക്കൂ. ഈ സീനിൽ ആർമി യൂണിഫോമിന്റെ ഷർട്ടിന്റെ കൈകൾ താഴേക്ക് ഇട്ടിരിക്കുന്നതായും ഷർട്ട് ഇൻസർട്ട് ചെയ്യാതെ ഇരിക്കുന്നതായും കാണപ്പെടുന്നതാണ്. കാരണം വിജിലൻ്റ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരും ഇങ്ങനെ ചെയ്യില്ല. ഡിസിപ്ലിനാണ് ഇന്ത്യൻ ആർമിയുടെ മുഖമുദ്ര. എന്നിട്ടും ഹയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ കുടുംബ ജീവിതത്തിലെ താളപ്പിഴകൾ കൊണ്ടുമാകാം. കാരണം ഒരു സീനിൽ മോഹൻലാൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്നുണ്ട്. ആ വീട്ടിൽ മറ്റാരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അടക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതമാണെന്നത് ആ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വീട്ടുകാർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം. മോഹൻലാലിൻ്റെ ഇതേ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ബ്ലാസ്റ്റും ഷൂട്ടൗട്ടും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിലാവാം അവരുടെ വീട്ടുകാർ കൊല്ലപ്പെട്ടത്. അങ്ങനെയും ആകാം കഥയിൽ. ഒരുപക്ഷെ അതിന്റെ ഷോക്കിലാകാം അൺഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുമായത്. ഈ ട്രെയിലറിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്, ശ്രീനഗറും കാണിക്കുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി, മുന്നിലായി കാണുന്ന ഇന്റലിജൻസ് ക്യാമറയിലൂടെ ഫഹദ് ഫാസിൽ ഒരാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ.
ടാറ്റാ.